CPM പ്രാദേശിക നേതാവിന്റെ ബന്ധുവിന്റെ വസ്തുവിൽ സംരക്ഷണ ഭിത്തി കെട്ടാൻ സർക്കാർ ഫണ്ടിൽ നിന്നും 5.97 ലക്ഷം രൂപ അനുവദിച്ചു. നാട്ടുകാരുടെ വ്യാജ ഒപ്പിട്ട് നവകേരള സദസ്സിൽ പരാതി നൽകിയാണ് തുക അനുവദിപ്പിച്ചതെന്നാണ് നാട്ടുകാരുടെ പരാതി. നിർമ്മാണം നാട്ടുകാർ തടഞ്ഞു. ഏരൂരിലാണ് സംഭവം. ഇത് കെട്ടുന്ന ഈ പുഷ്പപ്രയം എന്ന് പറഞ്ഞ അയാൾ ഇവിടെ പണി ചെയ്തപ്പോൾ പറഞ്ഞ അയാൾ സ്വന്തം പൈസയ്ക്ക് ചെയ്യുവാണ്. എന്നിട്ട് നമ്മൾ ഒപ്പിട്ട് കൊടുത്തിട്ടൊന്നുമില്ല. ഇയാൾ പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇത് ഈ റോഡ് വിട്ട് പണിയാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെന്ന്. അതെങ്ങനെ കള്ളപ്പ് ഞങ്ങൾ എങ്ങനെ ഒപ്പിട്ട് കൊടുക്കുന്നത്? ഞങ്ങൾ ഒപ്പിടാതെ ഒപ്പിട്ട് ഞങ്ങൾ അറിഞ്ഞത് പോലും ഇല്ല. അയാൾ പറഞ്ഞാൽ അയാളുടെ സ്വന്തം പൈസയ്ക്ക് കെട്ടുന്ന ഈ ബാനർ കെട്ടിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് സർക്കാർ വേണ്ടി എന്നുള്ള പൈസയാണ്. അങ്ങനെ അയാൾക്ക് സ്വന്തമായിട്ട് ഇവിടെ കെട്ടാൻ പറ്റത്തില്ല. കെട്ടണമെങ്കിൽ നമുക്ക് ഈ 4 വീടുക്കും കെട്ടണം. സ്വന്തമായിട്ട് അത് ചെയ്യാൻ പറ്റത്തില്ല. സ്വന്തമായിട്ട് തന്നെ ചെയ്തോട്ടെ. പക്ഷേ ഈ സർക്കാരിൻ്റെ പൈസ ഞങ്ങൾ 4 വീടുക്കും കെട്ടിത്തരണം. ഞങ്ങളുടെ വീടെല്ലാം കുഴിയിലായിരിക്കുന്നത്. മഴ പെയ്യുമ്പോൾ മണ്ണിടിച്ചില്ല ഞങ്ങൾ കിടന്നുറങ്ങുന്നത്, പേടിച്ച് കിടന്നുറങ്ങുന്നത്. ഈ റോഡിൽ കൂടെ വലിയ വണ്ടികൾ പോകുമ്പോൾ വീടെല്ലായിരുന്നു കുലുങ്ങുക. നാട്ടുകാരുടെ വ്യാജ ഒപ്പിട്ട് നവകേരള സദസ്സിൽ പരാതി നൽകി CPM പ്രാദേശിക നേതാവിൻ്റെ ബന്ധുവിൻ്റെ വസ്തുവിൽ സംരക്ഷണ ഭിത്തി കെട്ടാൻ സർക്കാർ ഫണ്ടിൽ നിന്നും 5.97 ലക്ഷം രൂപ അനുവദിക്കുകയും നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തതാണ് നാട്ടുകാർ തടഞ്ഞത്. ഏരൂർ 7-ാം വാർഡിൽ കിണറ്റിമുക്ക് സ്വദേശിയും CPM പ്രവർത്തകനുമായ പ്രേം സിംഗാണ് നിരവധി കുടുംബങ്ങൾക്ക് മണ്ണിടിച്ചിൽ ഭീഷണിയായി നിൽക്കുന്ന റോഡിൽ നിന്നും 15 അടിയോളം താഴ്ച വരുന്ന സ്ഥലത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ വ്യാജ ഒപ്പിട്ട് പരാതി നൽകിയെന്നാണ് നാട്ടുകാരുടെ പരാതി. സമീപത്ത് 3 വീടുകൾ അപകട ഭീഷണി നേരിടുന്നുണ്ട്. ഇത് നിലനിൽക്കുമ്പോഴാണ് ഒരാളുടെ വസ്തുവിന് മാത്രം സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചതെന്നും ഇത് അനുവദിക്കില്ലെന്നും മറ്റ് 3 കുടുംബങ്ങൾക്ക് കൂടി സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് നാട്ടുകാർ പ്രവർത്തനങ്ങൾ തടഞ്ഞത്. ഇവിടെ 3 വീടുണ്ട്. മൊത്തത്തിൽ 3 വീടും അപകട ഭീഷണിയിൽ തന്നിരിക്കുന്നത്. ഇല്ല വീടും ഇതേപോലെ ഇത്രയും ഭാഗം ഇടിഞ്ഞു കിടപ്പുണ്ട് പ്രകാശിൻ്റെ. അതുകൊണ്ട് പിന്നെ എന്താണ്ട് ഈ വീട് തന്നെ അതേപോലെ അപകട ഭീഷണിയിലാണ്. അങ്ങനെ 3 വീടിൻ്റെയും പിന്നെ റോഡിൻ്റെ ഭിത്തി കെട്ടണമെന്നുള്ള അതാ നമ്മൾ പറയുന്നത്. ഇത് മാത്രം കെട്ടാൻ നമ്മൾ അനുവദിക്കുക. 3 വീടിൻ്റെ സംരക്ഷണ ഭിത്തി കെട്ടണം. റോഡിൻ്റെ വീടിൻ്റെ അല്ല, ഈ വീട് അപകടത്തിൽ നിന്ന് മാറ്റിയെടുക്കുക. ഫണ്ട് അനുവദിച്ച സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് സമീപത്ത് ഫ്ലക്സ് ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. റോഡിൽ നിന്നും 15 അടിയോളം താഴ്ച വരുന്ന 4 വീടുകളുടെയും അപകട ഭീഷണി ഒഴിവാക്കാൻ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് നവകേരള സദസ്സിൽ നൽകിയ പരാതിയെ തുടർന്നാണ് ഫണ്ട് അനുവദിച്ചതെന്നും 4 വീടുകൾക്കും സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകാനുള്ള പ്രവർത്തനമാണ് ആരംഭിച്ചതെന്നും ആരോപണ വിധേയനായ പ്രേം സിംഗ് പറഞ്ഞു. അവർ പറയുന്നത് 3 വീടല്ല ഇത് മാത്രമേ ഉള്ളതാണ് പറയുന്നത്. അല്ലല്ല, അതൊക്കെ എസ്റ്റിമേറ്റ്. അത് ബന്ധപ്പെട്ട AU-ആയിട്ടാണ്. ഇത് എനിക്കിതിനകത്ത് വേറെ റോളൊന്നുമില്ല. ബന്ധപ്പെട്ട PWD ആണ് വർക്ക് ചെയ്യിക്കുന്നത്. അത് 5 AU-ആയിട്ട് ബന്ധപ്പെടുമ്പോൾ എൻ്റെ എസ്റ്റിമേറ്റ് ഉൾപ്പെടെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഉള്ള എസ്റ്റിമേറ്റ് ഞാൻ ശ്രീ മൊയ്തു അവർക്ക് ഞാൻ അയച്ചിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് പരിശോധിക്കാം. അതിനോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റാണ് ഇന്ന് ശരിക്കും മറുപടി തരേണ്ടത്. ഏരൂർ നമ്മുടെ പുല്ലൂർ MLA ശ്രീ സുബാലിൻ്റെ ഒരു പ്രത്യേക ഒരു ഇടപെടൽ കൊണ്ടാണ് ഈ ഫണ്ട് പെട്ടെന്ന് അനുവദിക്കാൻ കാരണവും. അത് അദ്ദേഹം എനിക്ക് കത്ത് തരികയും അത് കണക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ PA നിരന്തരം ഇടപെട്ടുമാണ് ഈ വർക്ക് ഇപ്പോൾ ഇവിടെ സാക്ഷനായിട്ടുള്ളത്. ഞാനിവിടെ വരുമ്പോൾ വർക്ക് നിർത്തിവെച്ച് തടയുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനിവിടെ വരുന്നത്. അപ്പോൾ അന്ന് കാണുമ്പോൾ നിർഭാഗ്യവരെ ഒന്ന് പറയട്ടെ, ഇവിടെ CPIയുടെ നേതൃത്വത്തിൽ CPIയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് ഇവിടെ വർക്ക് നിർത്തി വെപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എനിക്കൊന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ. ഇത് ഞാൻ ഈ വർക്ക് ചെയ്യുന്ന സമയത്തൊരു ബ്രാഞ്ച് സെക്രട്ടറി പോലുമല്ല, CPM-ൻ്റെ ബ്രാഞ്ച് മെമ്പറായിരുന്നു. അതിൻ്റെ ലോക്കൽ കമ്മിറ്റി പിരിച്ചുവിട്ട് ഇവിടെ വന്ന് ബ്രാഞ്ച് മെമ്പറായിട്ടിരിക്കുന്ന ഞാൻ നവകേരള സദസ്സിൽ ഒരു പരാതി കൊടുത്തു. എൻ്റെ ഭാര്യയുടെ സഹോദരൻ്റെ പേരിലാണ് ഈ വീട് മേടിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീടാണ്. അദ്ദേഹം ഇപ്പോൾ ഹൈദരാബാദിലാണ് ജോലി. അപ്പോൾ എന്തായിരുന്നാലും ഇവിടെ ഏതൊരു വ്യക്തി വന്ന് വീണാലും അപകടം സുരക്ഷിതമാണ്. അപ്പോൾ എനിക്കുള്ള പേരിൽ ഇവിടെ ഒരു വീടില്ല. അപ്പോൾ ഒന്നാമത് 2, ഞാൻ ഈ വീട് മേടിക്കുമ്പോഴും സമയത്തും ഈ അപേക്ഷ കൊടുക്കുന്ന സമയത്തും ഞാൻ പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറോ ബ്രാഞ്ച് സെക്രട്ടറി പോലുമല്ല. ഇപ്പോഴും ഞാൻ പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നും ഞാൻ ഈ ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കും. എന്നാൽ ഒരാളുടെ വീടിന് വേണ്ടി മാത്രം സംരക്ഷണ ഭിത്തി നിർമ്മാണം നടത്തുന്നത് ശരിയല്ലെന്നും മറ്റ് 3 കുടുംബങ്ങൾക്ക് കൂടി സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. ഒരു പ്രദേശത്ത് ഒരു നല്ല പ്രവർത്തനം വരാനും അപകട ഭീഷണി ഒഴിവാക്കാനും വേണ്ടി ഒരു പൊതുപ്രവർത്തനം തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഉറച്ചു നിൽക്കുന്നത് നാളെ ഇത്തരം പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും. ഒരിക്കലുമില്ല. എനിക്ക് അങ്ങനെയുണ്ട്. ഞാൻ ഈ വീടിന്റെ പണി, എൻ്റെ അളിയന്റെ വീടിന്റെ പണി ചെയ്താൽ 5 പൈസ കയ്യിലില്ലാത്ത ഉണ്ടായിരുന്നെങ്കിൽ ഇത് കിളയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ കുഞ്ഞൊന്നിടത്ത് ഞാൻ ചോദിച്ചതാ
ചോദിച്ചപ്പോൾ അണ്ണൻ പറഞ്ഞു ഞാൻ എൻ്റെ സ്വന്തം പൈസക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞു. അല്ല, അതിനകത്ത് എനിക്കൊന്നും പറയാനില്ല. ഞാൻ സ്വന്തം പൈസക്ക് ഞാനും കൂടെ കിളയ്ക്കും. എന്നിട്ട് ഞാനും കൂടെ കൂടെ നിന്ന് കിളയ്ക്കും. കാരണം ഞാൻ അവനൊക്കെ അതൊക്കെ ഇന്ന് അതിൻ്റെ കോൺട്രാക്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.